ട്രൂ മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കലാണ്. ഉളിക്കലിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്നത് തന്നെ ഉളിക്കൽ വയത്തൂർ UP സ്കൂളാണ്. ഈ വയത്തൂർ UP സ്കൂളിൽ ഫെബ്രുവരി 2, 3 തീയതികളിൽ യാത്രയയപ്പും അതോടൊപ്പം തന്നെ വാർഷികം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്രാവശ്യം ഇവിടെ നിന്ന് പടിയിറങ്ങുന്ന ടീച്ചർ നേഴ്സ് ടീച്ചറാണ്, കുട്ടികളുടെ ടീച്ചറമ്മ. അപ്പോൾ ടീച്ചറമ്മയുടെ വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. കൂടെ സ്കൂളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വാ. വയത്തൂർ UP സ്കൂൾ അടിപൊളി, സ്നേഹവും സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നുന്ന ഒരു സ്കൂള്. വയത്തൂർ UP സ്കൂളിൽ ജോലി ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ശ്രീകൃഷ്ണൻ എന്താണെന്നറിയില്ല, എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ സ്കൂളിൽ. വരാനും പോകാനും മക്കളുമായിട്ട് പിന്നെ നല്ല സെറ്റപ്പ് സ്കൂള്, നല്ല സ്ട്രെങ്ത് ഉണ്ട്, നല്ല പേരൻസ്, നല്ല ഹെഡ്മാസ്റ്റർമാരെല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചം, അധ്യാപകരായിട്ടാണ് നല്ല കണക്ഷൻ, മക്കളും പേരൻസും എല്ലാം ഒരു സന്തോഷം നൽകുന്ന ഒരു കുടുംബം. വയത്തൂർ കുടുംബം എന്ന് തന്നെ പറയാം. നമ്മുടെ ഒരു സ്നേഹനിധിയായ വരാതിരിക്കാൻ നമ്മളെ ഒരിക്കലും ലീവ് എടുക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കാത്ത ഒരു അവസ്ഥ. ലീവ് എടുത്തിട്ടില്ല, ഒരു ലീവ് പോലും എടുത്തില്ല. ഒരു വർഷം എടുക്കാനുള്ള കമ്മ്യൂട്ടർ ലീവ് മൊത്തം കിടക്കുവാ, ലീവ് എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞത് പോലെ നമ്മുടെ മേഴ്സി ടീച്ചർ നൽകിയ സംഭാവന എന്ന് പറയാം. ഒരു ദിവസം പോലും ഇവിടുന്ന് ലീവ് എടുത്തിട്ടില്ല. കുട്ടികളുടെ കൂടെ തന്നെ എല്ലാ ദിവസവും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതുപോലെ ഭക്ഷണം വെക്കുന്നവരാണേലും അവരൊക്കെ എൻ്റെ ഒരു സ്വന്തം പോലെ. എനിക്ക് അവരെ ഒന്നും അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്നില്ല. അവരെയൊക്കെ അവർക്ക് ഞാനും അതെ, എനിക്ക് അവരും അതെ. ഭയങ്കര ഒരു സ്നേഹം. എന്തോ സ്നേഹം, എനിക്കൊരു പ്രത്യേകത. എൻ്റെ സ്നേഹം മുഴുവൻ പ്രകടിപ്പിച്ചു പോകുന്നൊരു സ്നേഹമാണ്. അങ്ങനെ സ്നേഹം എന്നൊരു വാക്കിലൊതുങ്ങാതെ ഒരു പ്രകടിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്ക്. അപ്പം ഞാൻ പരമാവധി അധ്യാപകർക്കാണേലും കുട്ടികളോടാണേലും രക്ഷിതാക്കളോടാണേലും അത് ഏതെങ്കിലും രീതിയിൽ അവിടെ സാമ്പത്തികം ഒന്നും നോക്കാറില്ല, ഞാൻ പ്രകടിപ്പിക്കും. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി എനിക്കുണ്ട്. സ്നേഹം വാക്കിൽ ഒതുങ്ങാതെ പ്രകടിപ്പിക്കുമ്പോഴാണല്ലോ നമ്മുടെ സ്നേഹത്തിന് അർത്ഥം വരുന്നത്. അങ്ങനെ സ്നേഹത്തോടെയുള്ള സ്നേഹമാണ് എൻ്റെ എല്ലാത്തിനും അടിസ്ഥാനം. അത് വീട്ടിലാണേലും മക്കളോടാണേലും ഹസ്ബൻഡിനോടാണേലും ഏത് സമൂഹത്തിലാണേലും സ്നേഹം, അത് കഴിഞ്ഞേ ബാക്കിയുള്ളൂ. അപ്പോൾ ടീച്ചറിപ്പം വയത്തൂർ UP സ്കൂളിൽ വന്നിട്ട് 7 വർഷം എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ടീച്ചർ എത്ര വർഷത്തെ നമ്മുടെ ഒരു സ്കൂൾ ജീവിതമുണ്ട് ടീച്ചറിന്? അധ്യാപന ജീവിതം എനിക്ക് 25 വർഷത്തോളം ഉണ്ട്. ഒരു അംഗൻവാടി തുടങ്ങി, അത് ബെസ്റ്റ് അംഗൻവാടിക്കുള്ള അവാർഡ് വാങ്ങിക്കൊടുത്തു. പിന്നെ ഉളിക്കലൂർ നളന്ദ കോളേജിൽ പഠിപ്പിച്ചു. പിന്നെ സെൻറ്റ് ജോൺസിൽ ഇംഗ്ലീഷ് മീഡിയം ഇരട്ടിയിൽ കടത്തങ്കടവിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോർപ്പറേറ്റീവ് വെളി വരുന്നത്. കരിക്കോട്ടക്കരി, കുന്നോത്ത്. പിന്നെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് പെർമനൻറ്റ് പോസ്റ്റ് കിട്ടിയത് അറബിയിൽ സെൻറ്റ് ജോസഫ് UP സ്കൂളിൽ. അവിടെ 4-5 വർഷത്തോളം ചെയ്ത് അവിടുന്ന് എടൂരേക്ക് പോയി. അവിടുന്ന് 2011 സെൻറ്റ് ജോൺസ് UP സ്കൂൾ തൊണ്ടിയിൽ ചെന്നു. അവിടെ പറയാതിരിക്കാൻ പറ്റിയല്ലോ, ഭയങ്കര സന്തോഷം നിറഞ്ഞാണ്. ഏറ്റവും വലിയ സ്കൂൾ അതായിരുന്നു. അതിന് പിന്നീടാണ് ഇവിടെ പിള്ളേരായി വന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷവും സ്നേഹവും ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയ ഒരു സ്കൂളാണ് തൊണ്ടി. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല പാഠത്തിൻ്റെ കോർഡിനേറ്ററായിരുന്നു. നല്ല പാഠം കോർഡിനേറ്റർക്കുള്ള അവാർഡൊക്കെ കിട്ടി. നല്ല സ്കൂൾ അവർ അവാർഡ് വാങ്ങിച്ചു കൊടുത്തു. കുട്ടികൾക്ക് വീടില്ലാത്തവർക്ക് വീടായിട്ടും ഒരുപാട് കാര്യങ്ങൾ നല്ല പാഠത്തിൽ ചെയ്യാൻ പറ്റി. അവിടുത്തെ PTA-ക്കാരും അധ്യാപകരും എല്ലാം ഒപ്പമായിരുന്നു. അങ്ങനെ അവിടുത്തെ 9 വർഷം കഴിഞ്ഞപ്പം പിന്നെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ അതൊന്നും കൂടെ എനിക്ക് ഊർജ്ജം പകരുന്നു. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം എനിക്ക് ഹെഡ്മാസ്റ്റർമാരോടൊപ്പം അവരുടെ വലങ്കായിയായി നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു. ആരും എന്നെ മാറ്റി നിർത്തിയില്ല. എല്ലാത്തിനും കൂടെ ചേർത്ത് പിടിച്ച ഹെഡ്മാസ്റ്റർമാരായിരുന്നു ജോർജ് സാറ്, പിന്നെ ഷാനി സാറ്, ഇപ്പോഴുള്ള തോമസ് സാറ്. എല്ലാവരും അങ്ങനെ ഒരുപാട് ഇങ്ങനെ ആശയങ്ങൾ പങ്കുവെച്ച് എന്നെ മാറ്റി നിർത്താതെ അവരുടെ കൂടെ കൊണ്ടുനടന്നു. അപ്പോൾ എനിക്കിതെല്ലാം ചെയ്യേണ്ടത് എന്നെ കൂടെ ഉത്തരവാദിത്തമാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് എന്നെ എത്തിച്ചു. അപ്പോൾ എനിക്ക് കൂടുതൽ തീഷ്ണതയായി. എന്ത് വന്നാലും നമ്മുടെ സ്കൂളിൻ്റെ ഉയർച്ച, നമ്മുടെ മക്കളുടെ ഉയർച്ച, അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഓരോ ദിവസത്തെയും പ്രയത്നം. അങ്ങനെ നല്ല രീതിയിൽ ഏറ്റവും അഭിമാനത്തോടെ ഞാൻ പടിയിറങ്ങുക ഇവിടുന്ന്. അതോടൊപ്പം തന്നെ ടീച്ചറുടെ പഠനമൊക്കെ എവിടെയായിരുന്നു? എവിടെയൊക്കെയായിരുന്നു ടീച്ചറുടെ പഠനം? എൻ്റെ പഠനം, ഞാൻ ജനിച്ചത് ചുങ്കക്കുന്നിൽ, പിന്നെ ഹൈസ്കൂളിൽ പഠിച്ചത് IJMHS കൊട്ടിയൂർ. അത് കഴിഞ്ഞ് പിന്നെ PDC, അന്നൊക്കെ PDC ആണല്ലോ, അപ്പോൾ കേളകത്തായിരുന്നു. അപ്പോൾ PDC ഫുള്ളാക്കിയില്ല. അതിന് മുമ്പ് ഞാൻ അവിടെ തന്നെ ഹിന്ദിയിലേക്ക് മാറി. പിന്നെ ഇരട്ടി പഠിച്ചു. കുറച്ച് നാൾ നിർമ്മലഗിരിയിലൊരു കുറച്ച് ടെസ്റ്റ് പഠിച്ചു. അത് പ്രവീൺ എന്ന കോഴ്സ് പഠിച്ചു. അപ്പോഴത്തേക്കും പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ആ മേഖലയിലേക്ക് അങ്ങ് മാറി. അങ്ങനെ പഠനം
വലിയ കുഴപ്പമില്ല. അന്നൊക്കെ പിന്നെ ചുങ്കക്കുന്നിൽ ഇച്ചിരി മലയോട് ഭാഗമായിരുന്നു. അപ്പം ഇന്നത്തെ പോലത്തെ സ്വാതന്ത്ര്യമൊന്നും ഇല്ലല്ലോ. അപ്പം വളരെ ഒതുക്കത്തിലൊക്കെ ഒതുങ്ങി ജീവിച്ച ആളൊക്കെയാണ്. ഇപ്പോഴാണ് ഇച്ചിരി ഫ്രീ ഒക്കെ ആയത്, ആക്റ്റീവായത്. കുട്ടികളുടെ കൂടെ കൂടിയിട്ട്. അതെ, കുട്ടികളുടെ കൂടെ കൂടിയിട്ട്. അത് സത്യം. ഇവിടെ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം അല്ലേ ടീച്ചറെ? വാർഷികത്തെ നമ്മൾ അടിച്ചു പൊളിക്കുമല്ലോ എല്ലാ വർഷവും. വയത്തൂർ യുപ്പിയുടെ വാർഷികം ഒരു പ്രത്യേകതയാണ്. അമ്പലത്തിലെ ഉത്സവത്തെക്കാളും എടുത്തു പറയേണ്ട കാര്യമാണ്. അത്ര ശരിക്കും അതെ, എല്ലാവരുടെയും ഒരു ഉത്സവമാണ്. ഈ പ്രാവശ്യത്തെ ഒരു സങ്കടം എന്ന് പറയുന്നത് ടീച്ചറുടെ ഒരു പടിയിറക്കാണ്. എന്നാൽ അത് നമ്മളും വളരെ സന്തോഷത്തോടു കൂടി അല്ലേ? ഞാൻ ആത്മാഭിമാനത്തോടെ സന്തോഷത്തോടെ പടിയിറങ്ങുക. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സങ്കടമുണ്ട്. എൻ്റെ മക്കളും എൻ്റെ സ്കൂളും എൻ്റെ സഹപ്രവർത്തകരെ കാണാതിരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്രീവേഷ്കര. എനിക്കത് ഒരു പടിയിറങ്ങിയാലും ടീച്ചറുടെ എല്ലാ സപ്പോർട്ടും ഈ സ്കൂളിലും കുട്ടികൾക്ക് ഉണ്ടാവില്ലേ? ഉണ്ടാകും. പക്ഷെ ഉള്ളതുപോലെ അല്ലല്ലോ നമ്മൾ മാറിക്കഴിയുമ്പോൾ. ടീച്ചർ ഭയങ്കര ഫീലിങ്സ് ഒക്കെ ആയിട്ട് വരികയാണ്. അവിടെ നമുക്ക് നമ്മുടെ ഈ റിഹേഴ്സൽ ക്യാമ്പിലേക്കൊക്കെ ഒന്ന് കടക്കാം. മേഴ്സി ടീച്ചറെ വിവരങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു. ഇപ്പോൾ ക്ലാസ്സിലാണുള്ളത്. ടീച്ചറെ, അപ്പോൾ ടീച്ചർ ഇവിടുന്ന് റിട്ടയർമെൻറ്റ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ മക്കളോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് നമ്മുടെ മേഴ്സി ടീച്ചർ? നല്ലതാ. ക്ലാസ്സൊക്കെ ടീച്ചർ എടുക്കുന്ന ക്ലാസ്സെല്ലാം നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ടീച്ചർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമായിരിക്കും അത്. നല്ല ടീച്ചർ നല്ല ടീച്ചറാണ്. അപ്പോൾ മക്കളൊക്കെ നല്ല ടീച്ചറാണ്, നല്ല ടീച്ചർ എന്നാണ് പറയുന്നത്. എന്താ മോന് പറയാനല്ലേ? നമ്മൾ മേഴ്സി ടീച്ചർ ഒരു നല്ല ടീച്ചറായിരുന്നു. ഹിന്ദി പഠിപ്പിക്കുന്നതിൽ ഒരു നല്ലൊരു ടീച്ചറായിട്ട് തന്നെ ഇവിടെ സന്തോഷത്തോടെയാണ് എപ്പോഴും പഠിപ്പിക്കുക. അടിക്കാറൊക്കെ ഉണ്ട്, തല്ലാറുണ്ടോ? ഇല്ല, അങ്ങനെ കുറവാ. സ്നേഹമാണ് എല്ലാവരോടും. എല്ലാവരോടും നല്ല സ്നേഹമാണ്. എന്താ മോന് പറയാനല്ലേ? നല്ല ടീച്ചറാണ്. പഠിപ്പിക്കുന്നതെല്ലാം മനസ്സിലാവും. എല്ലാം കൊണ്ടും നല്ലതാണ്. നമ്മളെ കൂടെ ഇത്രയും 7 വർഷം നമ്മുടെ UP സ്കൂളിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച, കലാരംഗത്തും കായിക രംഗത്തും പഠനരംഗത്തും ശാസ്ത്രമേളയിൽ ഉൾപ്പെടെ കുട്ടികളെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഉയർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച നമ്മുടെ ഉളിക്കൽ വയത്തൂർ UP സ്കൂളിൻ്റെ പുലി ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും തുടർന്ന് നേരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ടീച്ചറിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാഫ് സെക്രട്ടറി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീച്ചർ നമ്മളെ ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ഈ ഒരു നിമിഷത്തിൽ എന്താണ് നമ്മുടെ മേഴ്സി ടീച്ചറെ കുറിച്ച് പറയുന്നത്? നമ്മുടെ മേഴ്സി ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വയത്തൂർ UP സ്കൂളിൻ്റെ ഒരു നിധി അല്ലെങ്കിൽ അമൂല്യ സ്വത്ത് എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മേഴ്സി ടീച്ചർ. അപ്പോൾ ഈ വർഷം ടീച്ചർ നമ്മുടെ സ്കൂളിൽ നിന്നും പടിയിറങ്ങുകയാണ്. ടീച്ചറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിനോട് വിട പറയുകയാണ്. അപ്പോൾ ടീച്ചർ ഈ സ്കൂളിന് ചെയ്തു തന്ന, അല്ലെങ്കിൽ ഈ നാടിന് ചെയ്തു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഈ പറഞ്ഞാൽ തീരാത്ത അത്ര അധികം കാര്യങ്ങൾ ടീച്ചർ നമ്മുടെ സ്കൂളിനും നാട്ടിനും വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ മേഴ്സി ടീച്ചർ മാത്രമല്ല, കുട്ടികൾക്ക് ടീച്ചർ ഒരു ടീച്ചർ അമ്മ തന്നെയായിരുന്നു. പലപ്പോഴും സ്കൂളിലൊക്കെ ടീച്ചർ രാവിലെ വരുമ്പോൾ കുട്ടികൾ ടീച്ചറിനെ കാത്തു നിൽക്കുന്നുണ്ടാവും. ടീച്ചർ വരുമ്പോൾ ടീച്ചറിൻ്റെ ഇരു കൈകളിലും പിടിച്ച് ടീച്ചറിനെ ആനയിച്ചുകൊണ്ടാണ് പലപ്പോഴും സ്കൂളിലോട്ട് വരിക. മേഴ്സി ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാം സ്വന്തം മേഴ്സി അമ്മയാണ്. വയത്തൂർ UP സ്കൂളിൻ്റെ നെടുംതൂണാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ മേഴ്സി ടീച്ചർ. ഏത് കാര്യത്തിലും നമ്മോടൊപ്പം നിന്ന് ചുറുചുറുക്കോടെ ചെയ്യുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ മേഴ്സി ടീച്ചർ ഈ വർഷം റിട്ടയർ ആകുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്.
ഞങ്ങളൊരു എന്താ പറയുക പല വിധ വികാരങ്ങളോട് കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഒരു അമ്മയാണ് ഇവിടെ നിന്ന് പടിയിറങ്ങാൻ പോകുന്നത്. മേഴ്സി അമ്മയെ ഞങ്ങൾ വിളിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള വിളി തന്നെയാണ്. ഞങ്ങൾ അധ്യാപകരാണെങ്കിലും ഞങ്ങളുടെ കുട്ടികളാണെങ്കിലും എല്ലാവർക്കും ഞാൻ ടീച്ചറോട് അത്രയ്ക്കൊരു നല്ല കാര്യമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ടീച്ചർ ഞങ്ങളോടൊപ്പം, ടീച്ചറിൻ്റെ ഉപദേശവും നിർദ്ദേശവും ടീച്ചറിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഒത്തിരി പ്രചോദനം നൽകുന്നതായിരുന്നു. ടീച്ചർ ഇവിടെ നിന്ന് റിട്ടയർഡ് ആയാൽ പോലും ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഈ സ്കൂളിലൊക്കെ ടീച്ചറുണ്ട്. ടീച്ചറിന് എപ്പോഴും ഇങ്ങോട്ട് സ്വാഗതമാണെന്ന് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും വർഷം നമുക്കൊരു സീനിയർ എന്ന നിലയിലല്ല, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു ചേച്ചി എന്ന നിലയിൽ നല്ലൊരു സപ്പോർട്ടായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും നമുക്കൊപ്പം കൂടെ നിന്ന വ്യക്തിയാണ്. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലാണെങ്കിലും മികവുറ്റ പ്രവർത്തനങ്ങൾ തന്നെ. പ്രായം എന്ന് പറയുന്നത് ഒരു പ്രായമല്ല എന്ന് കാണിക്കുന്ന പ്രവർത്തനചാരിതയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് മേഴ്സി ടീച്ചർ. നമ്മുടെ പ്രിയപ്പെട്ട മേഴ്സി ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആവുന്ന, എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ഓരോ കാര്യം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു ടീച്ചറാണ്. ഒന്നും മാറ്റി നിർത്താറില്ല. ഞങ്ങളിൽ ഒരാളായി എല്ലാ കാര്യങ്ങളും ഫുള്ളി ഇൻവോൾവ്ഡ് ആണ്. ധാരാളം പ്രതിഭകളായ വിദ്യാർത്ഥികളെ വാർത്തെടുത്തൊരു വിദ്യാലയം. അപ്പോൾ ഈ വർഷവും അതിൻ്റെ പ്രൗഢിയിൽ ഒട്ടും മാറ്റമില്ലാതെ അതിൻ്റെ ആ അംഗീകാരങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടാണ് വിദ്യാലയം ഈ വർഷം 2026 നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവതരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുട്ടികളുടെ മികവ് പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുന്ന ഒരു വേദിയും കൂടിയാണല്ലോ ആനിവേഴ്സറി. പക്ഷേ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മേഴ്സി ടീച്ചറിൻ്റെ റിട്ടയർമെൻറ്റും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ ഈ വർഷത്തെ വാർഷിക ആഘോഷം ഏറെ പ്രൗഢഗംഭീരമായിരിക്കും എന്നതിൽ സംശയമില്ല. മേഴ്സി ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയത്തിൻ്റെ പടി ഇറങ്ങുന്ന ഈ വർഷം നമുക്കും ഏറെ നഷ്ടമാണ്. മേഴ്സി ടീച്ചറിനെ പോലത്തെ ഒരു അധ്യാപക വിദ്യാലയത്തിൽ നിന്ന് പടി ഇറങ്ങുക എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ എല്ലാ വിഷമങ്ങളും ഉണ്ടെങ്കിൽ പോലും വിദ്യാലയം മറ്റെല്ലാ കുറവുകളും പരിഹരിച്ച് ഏറെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്.